വെടിവെച്ചൻ കോവിൽ എന്ന് പറയുന്ന ആ സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം. അവിടെയാണ് ഞാൻ ജനിച്ചത്. ശ്രീദേവിയുടെയും മോഹനൻ്റെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിക്കുന്ന കാലത്ത് ആ നാട്ടിൽ ക്രിസ്ത്യാനികളൊന്നുമില്ല, പാസ്റ്റർമാരൊന്നും കയറി വരത്തില്ല. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് അതിനകത്ത് ഒരുപാട് ആരാധിക്കുന്നവരുണ്ട്. ആ വെടിവെച്ചൻ കോവിലിനകത്തുനിന്ന് തന്നെ എൻ്റെ ചർച്ചിൽ വന്ന് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ആ നാടിൻ്റെ ഗതി മാറിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ക്രിസ്ത്യാനിറ്റിയോ യേശുവോ ബൈബിളോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ കൂടെ ജനിച്ച ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ ജാതകമെന്ന് വിളിക്കും. ഞാൻ ജനിച്ച സമയം നാഴിക വിനാഴിക വെച്ച് അത് എഴുതിയപ്പോൾ അതിനകത്ത് പല വിധികളും ശാപങ്ങളും എനിക്കെതിരായി വന്നു, കുടുംബത്തിനെതിരായി വന്നു. അത് ചെറിയ കാര്യങ്ങളല്ല. ഒരു കുടുംബത്തെ തന്നെ നശിപ്പിച്ചു കളയാനുള്ള, വരുന്ന ജനറേഷനുകളെ തന്നെ തൊടാൻ ശക്തിയുള്ള കുറേ ശാപ കഥകളാണ് അതിനകത്ത് എഴുതിയത്. എൻ്റെ അപ്പൻ നല്ലൊരു സമ്പന്നനായിരുന്നു. ഞാൻ ദരിദ്ര വീട്ടിൽ ജനിച്ചയാളല്ല, സമ്പന്നന്റെ വീട്ടിൽ ജനിച്ചയാളാണ്. അതുകൊണ്ട് എൻ്റെ അപ്പൻ പറഞ്ഞു, എത്ര വലിയ ശാപവും പണം കൊണ്ട്, ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ജയിക്കും. പക്ഷെ എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പൻ്റെ മരണം എൻ്റെ കുടുംബത്തെ ഭയപ്പെടുത്തി. അത് ശാപത്തിൻ്റെ പ്രഹരമാണെന്ന് വിധി എഴുതി. 8ാമത്തെ വയസ്സിൽ എനിക്ക് ഈ കുടുംബം നഷ്ടപ്പെട്ടു. 28 വയസ്സുള്ള ഒരമ്മ 8 വയസ്സുള്ള മകനെയും 3 വയസ്സുള്ള മകളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ശപിക്കപ്പെട്ടവരെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. ശാപങ്ങൾ പോയി ചാകാൻ പറഞ്ഞു. ഒരു യാചക സ്ത്രീയെപ്പോലെ 2 മക്കളെയും കൊണ്ട് ഒരമ്മ ഇരന്ന് നടന്ന പട്ടണത്തിലാണ് ഞാൻ ഇന്ന് രാജാവിനെ പോലെ ജീവിക്കുന്നത്. നിങ്ങൾക്കെന്തു മനസ്സിലായി? നിങ്ങൾക്കെന്തു മനസ്സിലായി? ലോകം മുഴുവൻ പരാജയത്തിൻ്റെ ലിസ്റ്റിൽ തള്ളിക്കളഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. പക്ഷെ എൻ്റെ 17ാമത്തെ വയസ്സിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ, ഈ വേദപുസ്തകം തുറക്കാനുള്ള കൃപ ലഭിച്ചു. ഒരുപാട് കാര്യങ്ങളിലുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും തൊടുന്നില്ല. അതുപോലെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ അനുഭവിക്കാത്തതൊന്നും ഞാൻ പറയത്തില്ല. ഒരമ്മയെയും പെങ്ങളെയും പോറ്റാൻ വേണ്ടി ട്രിവാൻഡ്രം പട്ടണത്തിൽ റോഡ് ടാറ് ചെയ്യുന്ന, റോഡ് പണിക്ക് നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. വാടക കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് വാടക വീടിന്റെ ഉടമസ്ഥൻ ഇറക്കി വിട്ടപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ചർച്ച്, ആ ചർച്ചിന്റെ തൊട്ടടുത്തൊരു വിശ്വാസിയുടെ വസ്തുവിൽ ഒരു ഓല ഷെഡ് കെട്ടിത്തന്നു. ആ ഓല ഷെഡിൽ 24 വയസ്സുവരെ അടയ്ക്കാൻ വാതിലില്ലാത്ത ചാക്ക് കീറിക്കെട്ടിയ ഷെഡിൽ കിടന്നവനാണ് ഞാൻ. ലോകം മുഴുവൻ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ പുസ്തകം എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്റെ 17ാമത്തെ വയസ്സിലാണ് ഒരു 65 വയസ്സുള്ള അമ്മച്ചി എൻ്റെ വീട്ടിൽ വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ചർച്ചിൽ പോകാൻ കാരണം. നിങ്ങൾ എങ്ങനെയാണ് ഈ ചർച്ചിൽ ആദ്യമായിട്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോയത് യേശു ദൈവമാണ് എന്ന സത്യം വിശ്വസിച്ചിട്ടല്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മറ്റൊരു നാമമില്ല, ഈ വചനമൊന്നും വിശ്വസിച്ചിട്ടല്ല ഞാൻ പോയത്. ഞാൻ പോയത് ഇവിടെയെങ്കിലും പോയാൽ രക്ഷപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് വന്നത്? അയ്യോ, ഈ ഇവരെരിപ്പ് കണ്ടാൽ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ദൈവശാസ്ത്രം പഠിച്ചിട്ട് യേശു മാത്രമാണ് ദൈവമെന്ന് കുത്തിയിരുന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അങ്ങനല്ല. ഏതെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുവഴി വരില്ലായിരുന്നു. എല്ലാ വഴിയും അടഞ്ഞ് മുമ്പിൽ ഒരു വഴിയും ഇല്ലാതായപ്പോൾ അപ്പോഴാ ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ചിന്തയിൽ വന്നത്.
ഞാനും അങ്ങനെ കയറി വന്നേ. ഇവിടെയെങ്കിലും ഒരു വിടുതൽ കിട്ടുമോ, ഇവിടെയെങ്കിലും രക്ഷപ്പെടുമോ, അങ്ങനെ ഞാൻ കയറി വന്നേ. പക്ഷെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതിനകത്തിരുന്നാൽ നീ വളരും. ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞേ. ദൈവസഭയിലേക്ക് ഞാൻ വന്നു. നീണ്ട 2-2.5 വർഷങ്ങൾ ഒരു സാധാരണക്കാരനെ പോലെ ഇരുന്നു. ഞാൻ കൈയടിക്കാൻ പഠിച്ചത് അടുത്തിരുന്നയാൾ കൈയടിക്കുന്നത് കണ്ടിട്ടാണ്. ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചത് ആ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രാർത്ഥന കേട്ടിട്ടാണ്. ചർച്ചിനകത്ത് കയറിയാൽ ഞാൻ കരയാൻ തുടങ്ങും. ഭയങ്കര കരച്ചിൽ വരും. എൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ പലരും വിചാരിച്ചു യേശുവിനോടുള്ള സ്നേഹമാണ്. യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ്. പലരും അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കരച്ചില്ല, ആലയത്തിൽ കയറുമ്പം കരച്ചില്ല. എല്ലാവരും വിചാരിക്കും ദൈവസാന്നിധ്യത്തോടുള്ള സ്നേഹമാണ്. അതൊന്നുമല്ല. ജീവിതത്തിൻ്റെ കഷ്ടതകളും പ്രതിസന്ധികളും ഓർത്ത് കരയുന്നതാണ്. അങ്ങനെ 2-2.5 വർഷം കരഞ്ഞുകൊണ്ട് നടന്ന ആളാണ് ഞാൻ. കരഞ്ഞു പ്രാർത്ഥിച്ചു നടന്ന ആളാണ് ഞാൻ. ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ വന്നില്ല. ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മീക ജീവിതത്തിൽ എനിക്കൊരു സത്യം മനസ്സിലായി. ഞായറാഴ്ച ചർച്ചിൽ വന്നിരുന്നാൽ പോരാ, നീ വളരണം. ആമേൻ, ആമേൻ. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ സത്യം പറഞ്ഞുതരാം. ചർച്ചിൽ വന്നിരിക്കുക എന്നതല്ല, കൂട്ടായ്മയിൽ വന്ന് വളരുക. എൻ്റെ അകത്ത് പ്രകാശനം കിട്ടിയപ്പോൾ എനിക്കൊരു ആത്മീക കാര്യം മനസ്സിലായി. സാഹചര്യം തകരണമെങ്കിൽ സത്യം അകത്തു വരണം. ഞാൻ എൻ്റെ കാര്യമാണ് ആന്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെയാ ഉയർന്നത്, ഞാൻ എങ്ങനെയാ മാറിയത്, എൻ്റെ ചരിത്രം എങ്ങനെയാ തിരിഞ്ഞതെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ദൈവശബ്ദം, അപ്പച്ച ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ വിഷയത്തിൽ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ചെറുതായി പോകും. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പദ്ധതിയിൽ നീ കയറി വന്നാൽ നീ വലുതാകും. ഹല്ലേലൂയ പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ വിഷയം മടക്കിയതാണ്. അന്ന് ഞാൻ എൻ്റെ വിഷയം മടക്കിയതാണ്. എന്ന് ഞാൻ എൻ്റെ വിഷയം മടക്കി ദൈവ പദ്ധതി കയറിയോ, അന്നു മുതൽ ഞാൻ വളരാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി, സമൃദ്ധമാകാൻ തുടങ്ങി. എൻ്റെ കപ്പാസിറ്റി മാറി.